ഗവൺമെൻറ് ജോലി എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ പലരും അതിനു വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറില്ല. ഓരോ എക്സാം നടത്തുമ്പോഴും ഏത് ഭാഗത്താണോ മാർക്ക് കുറഞ്ഞത് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി. PC എക്സാമുകളിൽ ആദ്യ റാങ്കുകളിലെത്താനുള്ള പരിശ്രമമായിരുന്നു. പിന്നെ അതിന് വീറ്റോയുടെ മാനേജ്മെൻറ്റും സ്റ്റാഫും ഒക്കെ എനിക്ക് തന്ന സപ്പോർട്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കൺസിസ്റ്റൻസി ഈസ് ദി കീ. നമസ്കാരം, എൻ്റെ പേര് ചിത്രലേഖ. ഞാൻ കൊല്ലം ജില്ലയിൽ ആയിരാണ് താമസിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ പഞ്ചായത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് ജോലി ചെയ്യുന്നു. നിലവിൽ NSS കോളേജിലാണ് ഞാൻ ഡിഗ്രി പൂർത്തിയാക്കുന്നത്. ഡിഗ്രിക്ക് ശേഷം PSC പഠിക്കാനായി വീറ്റോയിൽ ജോയിൻ ചെയ്തു. PSC പഠിച്ചു തുടങ്ങുമ്പോൾ എങ്ങനെ പഠിക്കണമെന്നോ സിലബസിനെ കുറിച്ചോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. വീറ്റോയിലെ ക്ലാസ്സിലൂടെയാണ് ഇതെങ്ങനെ പഠിക്കാമെന്ന് എനിക്ക് മനസ്സിലായത്. മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് വീറ്റോയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. കൂടാതെ ഡെയിലി OMR എക്സാം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം മോഡൽ എക്സാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പിന്നെ ടോപ്പിക് വൈസ് SCRT, റിവിഷൻ ടെസ്റ്റുകൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. ഈ എക്സാമുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ സിലബസ് കവർ ചെയ്യാൻ പറ്റി. അടുത്തെഴുതിയ എക്സാമുകളിൽ നല്ല മാർക്ക്, ഞാൻ വിചാരിച്ചതിലും മാർക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെങ്കിലും കട്ട് ഓഫ് കടക്കാൻ കഴിഞ്ഞില്ല. കൂടെ പഠിച്ച പലരും ആ ലിസ്റ്റിൽ കയറിപ്പോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പഠിച്ചാൽ പറ്റത്തില്ല, കുറച്ചുകൂടെ സീരിയസ് ആവണം എന്ന് മനസ്സിലായത്. അവിടെ തൊട്ടാണ് ഞാൻ എൻ്റെ പഠനത്തിൻ്റെ സെക്കൻഡ് ഫേസിലേക്ക് കടക്കുന്നത്. ഓരോ എക്സാം നടത്തുമ്പോഴും ഏത് ഭാഗത്താണോ മാർക്ക് കുറഞ്ഞത് അതിന് കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ തുടങ്ങി. മറ്റ് പല കാര്യങ്ങളും ഒഴിവാക്കി പഠനത്തിന് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കമ്പൈൻ സ്റ്റഡിയും നടത്തി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് പതുക്കെ ഞാൻ ക്ലാസ്സിൽ ഒന്നാമതായി തുടങ്ങി. PC എക്സാമുകളിൽ ആദ്യ റാങ്കുകളിലെത്താനുള്ള പരിശ്രമമായിരുന്നു. പിന്നെ അതിന് വീറ്റോയുടെ മാനേജ്മെൻറ്റും സ്റ്റാഫും ഒക്കെ എനിക്ക് തന്ന സപ്പോർട്ട് ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. അതിനുശേഷം നടന്ന WCPOയിൽ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടാൻ കഴിഞ്ഞെങ്കിലും ഫിസിക്കൽ എനിക്ക് പാസ്സാകാൻ കഴിഞ്ഞില്ല. അതിലൊരുപാട് ഞാൻ ഡൗൺ ആയിപ്പോയി. ആ സമയത്തും ഇനി പഠിക്കുന്നു പറഞ്ഞ് മോട്ടിവേഷൻ തന്നത് എൻ്റെ വീറ്റോയിലെ അധ്യാപകരാണ്. പിന്നീട് ഞാൻ കൂടുതൽ വാശിയോടെ പഠിക്കാൻ തുടങ്ങി. പിന്നെ വന്ന എക്സാമുകളിൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റായി. മെയിൻ ലിസ്റ്റിൽ തന്നെ ആദ്യ റാങ്കുകളെത്താനും എനിക്ക് സാധിച്ചു. സെക്രട്ടേറിയറ്റ് OA, ഖാദി ബോർഡ് LDC, കേരള ബാങ്ക് അസിസ്റ്റൻറ്റ് മാനേജർ, പഞ്ചായത്ത് സെക്രട്ടറി തുടങ്ങിയ ലിസ്റ്റുകളിൽ മികച്ച റാങ്കുകൾ നേടാൻ എനിക്ക് കഴിഞ്ഞു. കൂടാതെ LDCയിൽ 6ാം റാങ്ക് നേടാനും എനിക്ക് സാധിച്ചു. കേരള ബാങ്കിൽ നിന്നാണ് ആദ്യമായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് വരുന്നത്. അങ്ങനെ കൊല്ലം ജില്ലയിലെ പുത്തൂർ ബ്രാഞ്ചിൽ ഞാൻ ജോയിൻ ചെയ്തു. അതിനുശേഷം തിരുവനന്തപുരത്ത് വെമ്പായത്ത് എനിക്ക് പോസ്റ്റിംഗ് ആയി. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അപ്പോയിൻമെൻറ്റ് വരുന്നത്. അങ്ങനെയാണ് ഞാൻ കല്ലറ പഞ്ചായത്ത് സെക്രട്ടറി ആയിട്ട് ജോയിൻ ചെയ്യുന്നത്. ഗവൺമെൻറ് ജോലി എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ പലരും അതിനു വേണ്ടി കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാറില്ല. ഒരു PSC ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് കൺസിസ്റ്റൻസി ഈസ് ദി കീ. നന്നായി റിവിഷൻ ചെയ്യുക. വെറും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറുക എന്നുള്ളതായിരിക്കരുത് നിങ്ങളുടെ ലക്ഷ്യം. നല്ലൊരു റാങ്കോടെ നല്ലൊരു പോസ്റ്റിൽ ജോലി ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും വേഗം നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.